നന്ദനെ കാണാൻ ആരാ വന്നിരിക്കുന്നേ? വെരി ഗുഡ്. ഈ പ്ലാൻ നടപ്പാക്കണം. ഇതിലെന്തെങ്കിലും അപാകത സംഭവിച്ചാൽ ഒരു പ്ലാൻ ബി കൂടി മനസ്സിൽ കണ്ടേക്കണം. നന്ദ, ഇതാരാ? ഇത് ബ്രിട്ടോ ഗോമസ്. ഗൾഫിൽ നിന്ന് വന്ന എൻ്റെ ഒരു പഴയ സുഹൃത്താ. സുഹൃത്തോ? രഘുനന്ദന് അപകടം പറ്റിയ കാര്യം ഞാൻ നാട്ടിലെത്തിയപ്പോഴാ അറിഞ്ഞേ. ഇതുവരെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. നാട്ടിലെത്തിയെങ്കിലും ഇപ്പോഴാ ഇങ്ങോട്ടൊന്ന് വരാൻ സമയം കിട്ടി. ബ്രിട്ടോ എന്ത് ചെയ്യുന്നു? അല്ല, ഞാൻ ബ്രിട്ടോയ്ക്ക് ഗൾഫിൽ ചെറിയൊരു ബിസിനസ്സാണ്. അതെ അതെ അതെ, ഞാൻ വന്നിട്ട് കുറെ നേരമായി. എന്നാ ഇറങ്ങട്ടെ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് ഇറങ്ങാം. ശരി, എന്നാ താൻ വിട്ടോ. ശരി. ഇങ്ങനെയൊരു സ്നേഹിതനെ പറ്റി നന്ദൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയാനുള്ള അവസരം കിട്ടിയില്ലല്ലോ. ബ്രിട്ടോയും ഞാനും പണ്ട് ഗൾഫിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദ. കുറെ കാലമായി അവനുമായിട്ട് കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഈ ഇടെയാണ് ഗൾഫിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. ആ ഗ്രൂപ്പിലൂടെ സൗഹൃദം പുതുക്കിയതാ. അല്ല, നീ എവിടെ പോയിരുന്നു? ഞാൻ നന്ദന്റെ കാലിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരാളെ കാണാൻ പോയതാ. അതുകൊണ്ട് നല്ലൊരു ഗൈഡൻസ് കിട്ടി. കോയമ്പത്തൂർ ഒരു ആയുർവേദ റിസോർട്ടുണ്ട്. അവിടെ പോയി 1 മാസം താമസിച്ച നന്ദന്റെ കാല് സുഖപ്പെടുത്തി തരും. 1 മാസം കോയമ്പത്തൂരോ? ഇതിനിടയ്ക്ക് ഞാൻ സിംഗപ്പൂര് പോയാലും ഡ്രൈവർ നന്ദന്റെ കൂടെ ഉണ്ടാവുമല്ലോ. ഉടനെ തന്നെ കോയമ്പത്തൂർക്ക് പോണം. ഇവളെന്റെ ലക്ഷ്യം തെറ്റിക്കുകയാണല്ലോ. എന്താ നന്ദ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നീ പറഞ്ഞത് ഒരു നല്ല കാര്യമല്ലേ. പക്ഷെ ഉടനെ പോണോ? നീ പോയി കഴിഞ്ഞ് ഞാൻ ഡ്രൈവറെയും കൂട്ടി പോക്കോളാം. അത് ശരിയാവില്ല നന്ദ. നന്ദനെ കോയമ്പത്തൂർ എത്തിച്ചിട്ട് പോയാലേ എനിക്ക് സമാധാനാവൂ. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡേ പോവാം. ഓക്കെ? അവക്ക് എന്നെയും കൊണ്ട് ഇപ്പൊ തന്നെ ട്രീറ്റ്മെന്റിന് പോകണം. പോകാൻ കണ്ടെത്തിയൊരു സമയം. നന്ദ, എന്താ? ബ്രിട്ടോയോട് ഒരു പ്ലാൻ ബിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതെന്താ? അതോ, അയാള് നാട്ടിലൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞതാ. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? സമയം 6 മണി കഴിഞ്ഞു. നമ്മള് ലേറ്റ് ആയോ? നമ്മള് ലേറ്റായി ഇറങ്ങാന്ന് തീരുമാനിച്ചിറങ്ങിയതല്ലേ. രാത്രിയാകുമ്പോഴേ ഇവനെ നമുക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനും പറ്റും. വൃന്ദേ, നമ്മള് സൂര്യമംഗലത്ത് എത്തുമ്പോ എത്ര മണിയാവും? ഒരു 8 മണിയൊക്കെ ആവുമ്പോ എത്തും. അപ്പൊ ടെൻഷൻ ഇല്ല. നമുക്കിന്ന് എന്തെങ്കിലും കഴിച്ചാലോ? തുടങ്ങി. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. ഓരോരുത്തരും നിനക്ക് വേണോ നിനക്ക് വേണോ എന്ന് ചോദിക്കാൻ എനിക്ക് വയ്യ. ആരവേ, നിനക്ക് വേണോടാ? ഇപ്പൊ വേണ്ട. അതെന്താടി? ആരോടും ചോദിച്ചോണ്ട് നടക്കൂലെന്ന് പറഞ്ഞിട്ട് നീ ഇവനോട് മാത്രം ചോദിച്ചതാ? ഇവിടെ എന്തും കൊടുക്കും. ഇവൻ എന്റെ പൊന്നാങ്ങളയാ.
രവേ നിനക്ക് ഈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒന്നുമില്ലേ? അത് ഇല്ല, ഞാൻ എന്റെ അമ്മയ്ക്ക് ഒറ്റമോനാ. കിരൺ സൂക്ഷിച്ച, വലിയ സ്പീഡൊന്നും വേണ്ട. വണ്ടി ഒന്ന് പാളി. കിരണേ, വണ്ടി ഒരിടത്ത് നിർത്തണ്ട, സൂര്യമംഗലത്ത് എത്തിയിട്ട് നിർത്തിയാ മതി.